നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. എൻ്റെ ഒരു പഴയ സുഹൃത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBSന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു വ്യക്തി. എഴുതുന്ന എല്ലാ പരീക്ഷയും അദ്ദേഹം 1ാം റാങ്കിൽ പാസ്സായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ മിടുക്കനാണ്. അദ്ദേഹത്തിനൊരു അനിയനുണ്ട്. ആ അനിയൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് അച്ഛനും അമ്മയും പറയുന്നത് ചേട്ടനെ കണ്ടു പഠിക്കുന്നതാണ്. അധ്യാപകർ മറ്റു കുട്ടികളോടെല്ലാം പറയുന്നത് ഇദ്ദേഹത്തെ കണ്ടു പഠിക്കുന്നതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഉന്നത നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി. പക്ഷെ അദ്ദേഹത്തിന് ഒരേ ഒരു ചെറിയ പ്രശ്നം മാത്രമുണ്ട്. ബ്ലഡി ഇന്ത്യ, ബ്ലഡി കേരള എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് ഈ നാട് തീരെ അങ്ങോട്ട് പിടുത്തമില്ല. കേരളം പോലെയുള്ള ഒരു ചെറിയ പ്രദേശത്തിന് എന്നെ പോലെയുള്ള ഒരു ബുദ്ധിമാനെ താങ്ങാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. പഠിക്കുന്ന കാലത്ത് തന്നെ ഇംഗ്ലണ്ടിലെ വിവിധ സർവകലാശാലകളെ കുറിച്ചൊക്കെ അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MBBS കഴിഞ്ഞ് ഉപരിപഠനത്തിന് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ പോകണം എന്നാണ് ആഗ്രഹം. അവിടെ പോയി ഒരു വലിയ ഡോക്ടറായിട്ട് പേരെടുക്കണം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം. MBBS കഴിഞ്ഞു. പതിവ് പോലെ 1ാം റാങ്കിൽ പാസ്സായി. ഇംഗ്ലണ്ടിലെ ഒരു വലിയ സർവകലാശാലയിലേക്ക് അദ്ദേഹം അപേക്ഷിച്ചു. പ്രവേശനം ലഭിച്ചു. അങ്ങോട്ടേക്ക് പോയി. ഇംഗ്ലണ്ടിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഒരു ദിവസം ഫോൺ ചെയ്യുകയാണ്. എടാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താണ് നീ അമ്മയെ കാണാത്തതുകൊണ്ടാണോ എനിക്ക് ഉറങ്ങാൻ പറ്റാതെ? അതല്ലടാ, ഞാൻ ഇവിടെ വന്ന ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വല്ലാത്തൊരു പറ്റി. അദ്ദേഹത്തിന് പറ്റിയ പറ്റാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ സുഹൃത്തിന് ആദ്യത്തെ ദിവസം തന്നെ ജോലി ലഭിച്ചത് അദ്ദേഹം ഉപരിപഠനം നടത്തുന്ന ആ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് കിട്ടിയത്. അത്യാഹിത വിഭാഗം എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടങ്ങൾ, നെഞ്ചുവേദന, അല്ലേ, ശ്വാസം മുട്ടൽ, സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സ്ഥലം. പക്ഷെ ഇംഗ്ലണ്ടിലെ ആശുപത്രികളിലെ കാഷ്വാലിറ്റി നമ്മുടെ നാട് പോലെയൊന്നുമല്ല. 1 മണിക്കൂറിൽ 1 രോഗി ഒക്കെ വരും. വളരെ സുഖകരമാണ് അവിടുത്തെ ജീവിതം. ഇപ്പം എൻ്റെ സുഹൃത്ത് കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്നു. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഒരു 10-45-50 വയസ്സ് പ്രായമുള്ള ഒരു ബ്രിട്ടീഷ് നഴ്സ്, ഇവർ രണ്ടുപേരും മാത്രമാണ് ആ കാഷ്വാലിറ്റിയിലുള്ളത്. ഇദ്ദേഹം വന്നവിടെ ഇരുന്നൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ രോഗി വരും. ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധൻ. അദ്ദേഹത്തിന് ശ്വാസം മുട്ടലാണ് ആ രോഗിക്ക്. അപ്പം എൻ്റെ സുഹൃത്ത് സ്റ്റെപ്പൊക്കെ എടുത്ത് നേരെ ചാടി വീണ് ആ രോഗിയെ പരിശോധിച്ചു. എന്താണ് അസുഖം എന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ടു. എന്ത് മരുന്ന് കൊടുക്കണമെന്ന് മനസ്സിലായി. അദ്ദേഹം ഇവിടെ ചെയ്യുന്ന, നാട്ടിൽ വെച്ച് ചെയ്യുന്ന അതേ ശൈലിയിൽ ആ നേഴ്സിനെ നോക്കിയിട്ട് ഒരു ഓർഡർ ഇട്ടു. ഗിവ് മീ ആൻ ഇഞ്ചക്ഷൻ ലാസിക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഉത്തരവിട്ടു. ലാസിക്സ് എന്ന് പറയുന്നൊരു മരുന്നിൻ്റെ പേരാണ്. ശ്വാസം മുട്ടലിനും ഹാർട്ടിൻ്റെ അസുഖത്തിനും കൊടുക്കുന്ന ഒരു മരുന്നാണ്. ആ ഇഞ്ചക്ഷൻ എടുത്തു തരിക എന്നിങ്ങനെ വളരെ കർശനമായ സ്വരത്തിൽ അദ്ദേഹം ഉത്തരവിട്ടു. നോക്കിയപ്പോൾ നേഴ്സ് അനങ്ങുന്നില്ല. അവരവിടെ തന്നെ ഇരിക്കുകയാണ്, അനങ്ങുന്നില്ല. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു ഉത്തരവ് ആ നേഴ്സ് ധിക്കരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം നേരെ വന്നു. ആ നേഴ്സിൻ്റെ മുഖത്തിൻ്റെ അടുത്തോട്ട് വന്നു. വിരൽ ഇങ്ങനെ ചൂണ്ടിയുണ്ട്. ഐ ടോൾഡ് യു ടു ഗിവ് മി ആൻ ഇഞ്ചക്ഷൻ ലാസിക്സ്. കുറച്ചുകൂടെ ഒച്ചത്തിലാകാൻ പറ്റും. അത്രയും നേരം മര്യാദയ്ക്ക് ഇരിക്കുകയായിരുന്ന നേഴ്സ് ഈ അലർച്ച കേട്ടതോടുകൂടി ശാരിയാണ് കാലിൻ്റെ പുറത്ത് കാലൊക്കെ കയറ്റി വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഒരു പുച്ഛ ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സേ പ്ലീസ് വെൻ യു ആർ റിക്വസ്റ്റിംഗ് സംതിങ്. മനസ്സിലായോ? നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ വാചകത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലീസ് ചേർക്കണം. എൻ്റെ സുഹൃത്തിനത് വല്ലാത്ത ഷോക്കായി പോയി. കാരണം പുള്ളി അങ്ങനെ ശീലിച്ചിട്ടില്ല. ഇവിടെ എല്ലാവരും എടുത്ത് അതെടുത്തോണ്ട് പോവാ, ഇതെടുത്തോണ്ട് പോവാ, ഇങ്ങനത്തെ ബഹളങ്ങൾ മാത്രമേ നടത്തി ശീലിച്ചിട്ടുള്ളൂ. ബഹളം വയ്ക്കുമ്പോൾ ഉടനെ കാര്യം നടന്നു കിട്ടുകയും ചെയ്യും. ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ എന്താ പറ്റിയത്? അവിടുത്തെ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ശരി, ഒരു കീഴ് ജീവനക്കാരനോട് ഒരു സംഗതി ആവശ്യപ്പെടുമ്പോൾ ഈ പ്ലീസ് വേണം, ഇല്ലെങ്കിൽ അവിടെ നടക്കില്ല കാര്യം. ഇദ്ദേഹം ദയനീയമായ സ്വരത്തിൽ പ്ലീസ് ഗിവ് മി ആൻ ഇഞ്ചക്ഷൻ ലാസിക്സ് എന്നൊക്കെ പറഞ്ഞു. ഇഞ്ചക്ഷൻ ലഭിച്ചു. ഇഞ്ചക്ഷൻ കൊണ്ടുപോയി ആ രോഗിക്ക് കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ട് ഇദ്ദേഹം ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് നോക്കിക്കൊണ്ട് ആ നേഴ്സ് ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് ചെറിയൊരു ശീലമുണ്ടല്ലേ, ആരെങ്കിലും നമ്മളെ നോക്കി ചിരിച്ചാൽ
നമ്മളെ കളിയാക്കിച്ചിരിക്കുകയാണ് അല്ലേ? എൻ്റെ സുഹൃത്തിനും അതേ തോന്നൽ. ഇവരെന്തിനാണ് വന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ചത് പ്രൊഫസറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനാണ് സംശയം. വൈ ആർ യു സ്റ്റാൻഡിങ് ഹിയർ ചോദിച്ചു. അത് ഈ ഒരു ടോണിലാണ് എൻ്റെ സുഹൃത്ത് സംസാരിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നേഴ്സ് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, സേ താങ്ക് യു. ഒരു സഹായം സ്വീകരിച്ചാൽ നന്ദി പ്രകാശിപ്പിക്കണം. അതും ഇംഗ്ലണ്ടിലെ ഒരു രീതിയാണ്. ഇദ്ദേഹം അവരുടെ മുഖത്ത് നോക്കി താങ്ക് യു ഇങ്ങനെ ഒരു അലർച്ചയാണ് വീണ്ടും. അതാമ വിടുന്നില്ല. ഒരു വീണ്ടും ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, സേ ഇറ്റ് വിത്ത് എ സ്മൈൽ. ചിരിച്ചുകൊണ്ട് നന്ദി പറയണം. ഒരു ചിരിയൊക്കെ പിക്ക് ചെയ്ത് ഒക്കെ പറഞ്ഞിട്ട് അവിടെ രക്ഷപ്പെട്ടു പോയി. പക്ഷെ ഈ ഒരു സംഭവത്തെ തുടർന്നാണ് എൻ്റെ സുഹൃത്തിന് ഒരാഴ്ച കാലത്തെ ഉറക്കം നഷ്ടപ്പെട്ടത്. അദ്ദേഹം ഫോണിലൂടെ എൻ്റെ അടുത്ത് ധാർമ്മിക രോഷം കൊള്ളുകയാണ്. എടാ, ഞാൻ ജീവിതത്തിൽ എല്ലാ പരീക്ഷയും 1ാം റാങ്കിൽ പാസ്സായ മനുഷ്യനാണ്. ഐ ആം ആൻ അസറ്റ് ടു ദറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. എന്നിട്ടാണ് അവിടെ ഒരു പീറ മതാമ്മ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് താങ്ങാൻ വയ്യാത്ത ഒരു ഷോക്കായിരുന്നു ആ ഒരു അനുഭവം. ഇവിടെ എന്താ എൻ്റെ സുഹൃത്തിന് പറ്റിയ പാകപ്പുഴ? കുറച്ചു പറഞ്ഞാണ് അവനെ സ്വഭാവ ദൂഷ്യം. ഒന്ന് വിശദീകരിച്ചാൽ, സ്വഭാവ ദൂഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും കയറി അടിക്കുക, ഇടിക്കുക, കഴിവിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ്. ആ കഴിവിനെ എന്ത് പറയും? എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ മലയാളം എന്താണ്? നിങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? ഓക്കെ, ബാക്കിയൊക്കെ മലയാളം മീഡിയമാണല്ലേ? എല്ലാവരും ഇംഗ്ലീഷാണ്. ഓക്കെ, ഹയർ സെക്കൻഡറി. ഞാൻ വിചാരിച്ചു ഹൈസ്കൂളും ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചാണ്. മലയാളം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ? ആശയവിനിമയ ശേഷി അല്ലേ? നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം മറ്റൊരു വ്യക്തിയുടെ മുൻപിൽ ഫലപ്രദമായി പറഞ്ഞ് പ്രകടിപ്പിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവ്. ആശയവിനിമയ ശേഷിയിൽ വന്ന ഒരു ചെറിയ പാകപ്പിഴയാണ് എൻ്റെ സുഹൃത്തിന് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. എൻ്റെ സുഹൃത്തിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എപ്പോഴും 1ാം റാങ്ക് കിട്ടുന്ന മനുഷ്യനാണ്, നല്ല സ്വഭാവമുള്ള മനുഷ്യൻ, എപ്പോഴും പഠിത്തമാണ്, യാതൊരു ശല്യവും അവനെ കൊണ്ടില്ല. അതുകൊണ്ട് വീട്ടുകാർക്കോ അധ്യാപകർക്കോ ഒരിക്കൽ പോലും അവനെ അങ്ങനെ കാര്യമായി വഴക്ക് പറയേണ്ടി വന്നിട്ടില്ല. ഒരു നെഗറ്റീവ് റെസ്പോൺസ്, ഒരു കുറ്റപ്പെടുത്തൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാര്യമായിട്ട് അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ താളം തെറ്റിപ്പോയത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്താണ് എന്നിപ്പോൾ മനസ്സിലായി അല്ലേ? നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് എന്നറിയുമോ? ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ്? ബിൽഡിംഗ് സൈക്കോ സോഷ്യൽ കോമ്പിറ്റൻസ്. എന്താണ് ഈ സൈക്കോ സോഷ്യൽ കോമ്പിറ്റൻസ്? സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാനസികമായ കഴിവുകൾ വളർത്തിയെടുക്കുക. അതാണ് ബിൽഡിംഗ് സൈക്കോ സോഷ്യൽ കോമ്പിറ്റൻസ് എന്ന് ഉദ്ദേശിച്ചത്. ഈ സൈക്കോ സോഷ്യൽ കോമ്പിറ്റൻസ് വികസിച്ചു വരണമെന്നുണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ പാഠമാണ് നല്ല ആശയവിനിമയ ശേഷികൾ ഉണ്ടായിരിക്കണം. So communication skill is the first step to building psychosocial competence. Communication skills 2 രീതിയിലുണ്ട്. ഒന്ന് വാക്കുകൾ കൊണ്ടുള്ള ആശയവിനിമയം, വെർബലുള്ള ആശയവിനിമയം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. കൂടുതൽ സമയം നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? വെർബലാണോ? ഇവിടെ ഇപ്പം ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങളത് സഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മുഖഭാവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു അല്ലേ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോയായിട്ടും, ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്നെ നോക്കി കണ്ണുരുട്ടും, ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം എന്താണ്. നമ്മൾ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കുറച്ച് സമയമേ നമ്മൾ സംസാരിക്കാറുള്ളൂ പൊതുവെ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് വീണ്ടും ചില ഘടകങ്ങളുണ്ട്, ചില സബ് യൂണിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇവിടെ ഒരു റോൾ പ്ലേ നിങ്ങൾക്ക് തരാറുണ്ട്. മുഖം ഉപയോഗിച്ച് ഇവിടെ പച്ചാളം ഭാസിയുടെ പരിപാടി എന്താണ്? നവരസങ്ങൾ
ട്രെയിനിങ് തരാറുണ്ട്, ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമുക്ക് ഒച്ച വയ്ക്കാതെ തന്നെ ആ ദേഷ്യം പ്രകടിപ്പിക്കാനായിട്ട് ചിലപ്പോൾ പറ്റും അല്ലേ? ആരെങ്കിലും ഒരു മനുഷ്യൻ നമ്മളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അവൻ്റെ അടുത്ത് ഒച്ച വെച്ച് അവനെ ഓടിക്കാനായിട്ട് പറ്റും. ഒച്ച വയ്ക്കാതെ തന്നെ അവനെ ഓടിക്കാൻ പറ്റണം എന്നുള്ളതാണ്. കാരണം ഒരു റൗണ്ട് ഒച്ച വയ്ക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് ചില ഹോർമോണുകളൊക്കെ റിലീസ് ആവുകയാണ്. നമ്മുടെ രക്തസമ്മർദ്ദം കൂടും, നമ്മുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടും, നമ്മുടെ ആരോഗ്യത്തിന് അത് കേടാണ്. ഒച്ച വയ്ക്കാതെ തന്നെ ഇത്തരം സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് പെരുമാറാൻ പറ്റും? ഒരു നോട്ടം മതി അല്ലേ? ആ ഒരു തീവ്രമായ ഒരു നോട്ടം വഴി തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അതാണ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ മുഖഭാവം. രണ്ടാമത്തേത്, ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു മുഖത്ത് നോക്കത്തില്ല. ഇങ്ങനെ ആദ്യം നോക്കും, പിന്നെ ഇങ്ങനെ കൂടുതൽ സമയം ഇങ്ങനെ താഴോട്ടാണ് അല്ലേ? അപ്പൊ ഇവിടെ ഇതെന്താണ് സംഗതി? ഐ ടു ഐ കോണ്ടാക്ട്, കണ്ണുകൾ തമ്മിലുള്ള ബന്ധം, നേത്രബന്ധം നമുക്ക് മലയാളത്തിൽ പറയാം. നമ്മൾ വേറൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ പല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒന്നുകിൽ അയാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാം, അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കി സംസാരിക്കാം, തറയിൽ നോക്കി സംസാരിക്കാം, പല രീതിയിൽ. ഏതാ ഏറ്റവും നല്ലത്? മുഖത്ത് നോക്കി സംസാരിച്ചാലേ മറ്റേ ആൾ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് താല്പര്യമുള്ളൂ എന്നാണ് വ്യക്തമാവുന്നത് അല്ലേ? നമ്മൾ ആകാശത്തേക്ക് നോക്കി സംസാരിച്ചാൽ നമുക്ക് ഇയാളിൽ താല്പര്യമില്ല, ഒന്ന് എഴുന്നേറ്റ് പോകുമോ എന്നുള്ള ഒരു സന്ദേശമാണ്. തറയിൽ നോക്കി സംസാരിച്ചാലോ നമുക്കൊരു ആത്മവിശ്വാസമില്ല, നമുക്ക് ആളുകളുടെ മുഖത്ത് നോക്കാനുള്ള ഒരു ആത്മവിശ്വാസമില്ല എന്നുള്ളതാണ് അതിലൂടെ പ്രകടമാണ്. ഒരു പ്രസംഗം നടത്തും, ഒരു പബ്ലിക് സ്പീച്ച് നടത്തും, എല്ലാ ആളുകളുടെയും മുഖത്ത് നോക്കണം എന്നുള്ള ഒരു ആവശ്യമാണ്. കാരണം ഓരോ വ്യക്തിക്കും തോന്നണം ഈ പ്രസംഗിക്കുന്ന വ്യക്തി അയാളോടാണ് സംസാരിക്കുന്നത്. ഒരു പ്രസംഗം നടത്തുമ്പോൾ ഒരു വ്യക്തിയുമായി, ഓഡിയൻസിലിരിക്കുന്ന ഒരു വ്യക്തിയുമായി എത്ര നേരം നേത്രബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണം? ഞാനിപ്പോൾ മോളുടെ മുഖത്ത് തന്നെ ഒരു മിനിറ്റ് നോക്കിക്കൊണ്ട് സംസാരിച്ചാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും? ഇതൊരു സ്വകാര്യ സംഭാഷണമാണെന്ന് വിചാരിക്കും അല്ലേ? അതേസമയം ഒരു സെക്കൻഡ് ആയാലും മതിയാവും. ഒരു സെക്കൻഡാണ് ഇതാ ഇങ്ങനെ പോകും. ആരുമായും ഫലപ്രദമായ ഒരു നേത്രബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നില്ല. ശരാശരി 3 സെക്കൻഡ് മാറി എല്ലാ ആളുകളുടെയും മുഖത്തേക്ക് നോക്കണം. പിന്നെ നിങ്ങളൊക്കെ ആദ്യം പ്രസംഗം നടത്തി തുടങ്ങുമ്പോൾ ചെറിയൊരു പ്രശ്നമുള്ളത്, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഈ സദസ്സിൽ കാണും. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരെന്തെങ്കിലും പോക്കറി കാണിക്കും അല്ലേ? അതോടുകൂടി നിങ്ങളുടെ കാറ്റ് പോകും. അങ്ങനെയും ഒരു പ്രതിസന്ധി ഉണ്ടാവാറ് അല്ലേ? ചില ആളുകൾക്കെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് സഭാകമ്പം ഉണ്ടാവാറ്. ഈ സഭാകമ്പം ഉള്ളവരോട് ഞങ്ങൾ പറയുന്ന ഒരു സംഗതി, ഈ പുറകിലത്തെ ആ വാതിലിൽ നോക്കി സംസാരിച്ചാൽ ആരും പോക്കറി കാണിക്കില്ല അല്ലേ? പുറകിലത്തെ ആ മതിലിനെ നോക്കി സംസാരിച്ചാൽ ശരിയൊന്നുമില്ല. ഇപ്പൊ തുടങ്ങുമ്പോൾ ആ പുറകിലുള്ള മതിലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുക. വഴിയെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടെൻഷനൊക്കെ കുറയും. അത് കഴിഞ്ഞ് പതുക്കെ ആളുകളുടെ മുഖത്തേക്ക് നോക്കുക. ഒരു 3 തൊട്ട് 5 സെക്കൻഡ് വരെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ നോക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ ടു ഐ കോണ്ടാക്ട്. മൂന്നാമത്തെ സംഗതിയാണ് ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരഭാഷ. എന്താണ് ശരീരഭാഷ എന്ന് പറയുന്നത്? നമുക്കിപ്പോൾ ഒരു കസേരയിൽ പല രീതിയിൽ ഇരിക്കാം അല്ലേ? നമുക്കിങ്ങനെ ഇങ്ങനെ മുമ്പോട്ടിരിക്കാം, ഇങ്ങനെ വടി പോലെ ഇങ്ങനെ ഇരിക്കാം, ചാരി ഇങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ കള്ളു ഷാപ്പിലൊക്കെ ഇരിക്കുന്ന പോലെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ കസേരയിൽ കാല് ചവിട്ടിക്കൊണ്ടിരിക്കാം, പല രീതിയിൽ ഇരിക്കാം അല്ലേ? ഏറ്റവും നല്ല ഇരിക്കുന്ന രീതി എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. പക്ഷെ അങ്ങനെ വടി പോലെ സ്ട്രെയിറ്റ് ആവുന്നത് അല്പം മുമ്പോട്ടൊന്നും അല്ലേ? അല്പം ഒന്ന് മുമ്പോട്ട് ചാഞ്ഞിരിക്കാം. കഴുത്തും നട്ടല്ലും തലയും ഇത് മൂന്നും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ വേണം ഇരിക്കാൻ. അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെ ഉള്ളത് യോഗയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് ഈ ലിസ്റ്റിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ യോഗ പഠിപ്പിക്കുന്ന ആളുകൾ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കും. നമ്മുടെ ആരോഗ്യത്തിനും അത് ആവശ്യമാണ്. തലയും കഴുത്തും നട്ടല്ലും ഇത് മൂന്നും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് വെർബൽ കമ്മ്യൂണിക്കേഷൻ, വാക്കുകൾ കൊണ്ടുള്ള ആശയവിനിമയം. ഈ വാക്കുകൾ കൊണ്ടുള്ള ആശയവിനിമയ രീതിയിൽ പല 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 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, വാക്കുകൾ വഴി നമ്മൾ പറയുന്ന ആ സംഗതിയുടെ അർത്ഥം, പദാർത്ഥം, കണ്ടന്റ് ഓഫ് ദ സ്പീച്ച് നമ്മൾ പറയും. പല പല നോവലുകൾ, സാഹിത്യകൃതികൾ ഒക്കെ വായിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആദ്യത്തെ വാചകം വളരെ പ്രധാനമാണ്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് നോവലുണ്ട്, കേട്ടിട്ടുണ്ടോ? വായിക്കേണ്ട സംഗതികളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: ഇറ്റ് വാസ് ദ വിന്റർ ഓഫ് എ ഗ്രേറ്റ് നേഷൻസ് ഡിസ്കണ്ടക്ട്. ഒരു മഹത്തായ രാഷ്ട്രത്തിൻ്റെ അസംതൃപ്തിയുടെ ശൈത്യകാലമായിരുന്നു അത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ബ്രിട്ടന്റെ അവസ്ഥ മൊത്തം ആ ഒരു വാചകത്തിലൂടെ വ്യക്തമാകും. ഇനി ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് വളരെ പ്രശസ്തമായ മറ്റൊരു നോവലുണ്ട്. അതിൻ്റെ ആദ്യത്തെ വാചകം, അത് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതിൻ്റെ ആദ്യത്തെ വാചകം തുടങ്ങുന്നത് എങ്ങനെയാണ്: ജോ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സീ ആൻ നേക്കഡ്. ജോ ആണ് ആൻ എന്ന വ്യക്തിയെ വസ്ത്രമില്ലാത്ത രൂപത്തിൽ കാണുന്ന ആദ്യത്തെ വ്യക്തി. ഇത് വായിക്കുമ്പോൾ വായിക്കുന്ന ആളൊരു എക്സൈറ്റ്മെന്റ് വരുന്നത് എന്താണെന്ന് താഴോട്ട് വായിക്കാം. താഴോട്ട് വായിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ജോ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ പേരാണ്. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ജനിച്ചു വീണ ഒരു കൈക്കുഞ്ഞാണ് ആൻ. അത് മനസ്സിലാവുന്നതോടുകൂടി ആ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ ഒരു കുമളം പോലെ പൊട്ടി തകർന്നില്ലാതെ. പക്ഷെ ആ എഴുത്തുകാരൻ ഒരു വാചകം കൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് സൃഷ്ടിച്ചു, അല്ലേ? അദ്ദേഹത്തിന്റെ ആ കൃതിയിലേക്ക് വായനക്കാരെ ആകർഷിച്ചു. ചില മലയാള സാഹിത്യ കൃതികളുണ്ട്, അതിനും ആദ്യത്തെ വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിയിലുണ്ട്. ഒ വി വിജയൻ കേട്ടിട്ടുണ്ടോ? ഒ വി വിജയന്റെ ഗ്രന്ഥങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അറിയുമോ? നിങ്ങൾ ഏറ്റവും നേതൃഗുണമുള്ള വിദ്യാർത്ഥികളായാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എന്താണ്? പറഞ്ഞോ. ഖസാക്കിന്റെ ഇതിഹാസം. പിന്നെ അദ്ദേഹത്തിന്റെ വയലാർ അവാർഡ് കിട്ടിയ ഒരു നോവലുണ്ട്, അറിയുമോ? തൂതപ്പുഴയുടെ ഓരത്തെ ചുവന്ന ചരൽപാതയിലൂടെ താങ്ങാഭാരവും വലിച്ച് കുന്നുകയറുമ്പോൾ കരിന്തൊലി കൊതിച്ച പുറത്ത് ചാട്ടവാറ് വീണപ്പോൾ മകനെ തേജസ്വിയായി കർമ്മപരിണിതികളുടെ ഉൾത്തലങ്ങളിലേക്ക് ഉറ്റുനോക്കുന്നത് കുഞ്ഞുണ്ണി കണ്ടു. അല്ലോ, മനസ്സിലായോ? അർത്ഥം വേറൊന്നുമില്ല. കുഞ്ഞുണ്ണി എന്ന കഥാപാത്രം ജനല് തുറന്നു നോക്കിയപ്പോൾ വഴി. ഞാൻ കുറ്റം പറയുകയല്ല, ഇങ്ങനെയും ആശയങ്ങൾ പ്രകടിപ്പിക്കാം. ഞാൻ 3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ്? ഈ മലയാളം ഉദാഹരണമായിരുന്നോ ഇംഗ്ലീഷ് ഉദാഹരണങ്ങളായിരുന്നു? ഇംഗ്ലീഷിലേതായിരുന്നു, അല്ലേ? ചെറിയ വാചകങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുക. വാചാലതയും വാഗ്മിതയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണ് വാചാലത? വളവള വാചക പഠിക്കുക, അതാണ് വാചാലത, അല്ലേ? വാഗ്മിത എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയത്തെ ഏറ്റവും ഫലവത്തായിട്ട് പ്രകടിപ്പിക്കുക, അതാണ് വാഗ്മിത. ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനെ കാണുമ്പോഴത്തേക്ക് പല രീതിയിൽ അദ്ദേഹത്തോട് ഇടപെടാം, അല്ലേ? നമുക്ക് അദ്ദേഹത്തെ ഒന്ന് തൊഴാം, അല്ലെങ്കിൽ ഹസ്തദാനം കൊടുക്കാം, അല്ലെങ്കിൽ മച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കെട്ടിപ്പിടിക്കാം, പല രീതിയിൽ ചെയ്യാം. ഏതാണ് ഏറ്റവും നല്ലത്? ഒരു നിശ്ചിതമായ ഒരു ബഹുമാന പുരസ്സരമുള്ള ഒരു അകലം, പ്രത്യേകിച്ച് പ്രായത്തെ നമ്മൾ ബഹുമാനിക്കാൻ വേണ്ടി. അപ്പൊ ഈ കണ്ടന്റിന്റെ ശേഷമുള്ള വെർബൽ കമ്മ്യൂണിക്കേഷനിലെ രണ്ടാമത്തെ സംഗതിയാണ് വോയിസ് മോഡുലേഷൻ, അല്ലെങ്കിൽ ശബ്ദ ക്രമീകരണം. ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ബുക്ക് എനിക്കൊന്ന് വേണം. പ്ലീസ് ഗിവ് മീ ദാറ്റ് ബുക്ക്. എൻ്റെ സുഹൃത്തിൻ്റെ പഴയ അനുഭവം ആലോചിക്കുക. അങ്ങോട്ടേക്ക് തിരിച്ചു പോവാണ്. പ്ലീസ് ഗിവ് മീ ദാറ്റ് ബുക്ക് എന്ന് ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നു. ബുക്ക് സ്വീകരിച്ച ശേഷം താങ്ക് യു എന്ന് പറയാനും പോകും. ഞാൻ മലയാളത്തിലാണ് ഇത് പറയാൻ പോകുന്നത്. പദാനുപദ തർജ്ജിമയാണ്. ഓരോ വാക്കും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദയവ് ചെയ്ത് ആ പുസ്തകം ഒന്ന് തരുമോ? പുസ്തകം സ്വീകരിച്ച ശേഷം വളരെ നന്ദി. കേട്ടിട്ട് അങ്ങനെയുണ്ട്. നമുക്കിങ്ങനെ സാധാരണ നമ്മൾ നിത്യജീവിതത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാണ്.
പഴയ നാടകങ്ങളിലെ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്നില്ല. അപ്പം അത് അരോചകമാണ് അല്ലേ? പകരം നമുക്ക് എങ്ങനെ ബഹുമാനം പ്രകടിപ്പിക്കാൻ പറ്റും? ഈ പ്ലീസും താങ്ക് യു ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ പറയാൻ പറ്റും? ആ ബുക്ക് ഒന്ന് തരാം. ബുക്ക് സ്വീകരിച്ച ശേഷം ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ തലയൊന്ന് ആട്ടുക, അത്രയും മതി അല്ലേ? ബഹുമാനവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ഒരു കടയിൽ ചെന്നിട്ട് എന്ന് പറഞ്ഞാലും മതി. ആ പ്ലീസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിവിടെ പക്ഷേ ആ പുസ്തകം തരും എന്ന് പറഞ്ഞാൽ മതിയോ? ആ പറഞ്ഞതിൻ്റെ ആ ദയവ് ചെയ്തെന്നുള്ള വാക്ക് പറഞ്ഞതിന് വല്ല പ്രയോജനമുണ്ടോ? അവിടെയാണ് വോയിസ് മോഡുലേഷൻ. ശബ്ദത്തിനെ ഒന്ന് ക്രമീകരിക്കും. സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന അതേ ടോണിൽ അധ്യാപകരോട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും ഈ സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിക്കുന്ന അതേ ടോണിൽ സംസാരിക്കാതിരിക്കുക. കാരണം ജീവിതത്തിൽ അങ്ങോട്ട് സൈക്കോ സോഷ്യൽ കോമ്പിറ്റൻസിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളിൽ ട്രെയിനിങ് നടത്താൻ പോകുന്ന ഒരാളാണ് ഞാൻ. IT ഫീൽഡ്, മാനേജ്മെൻറ്റ് ഫീൽഡ്, പല സ്ഥലത്തും. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലും മറ്റും പഠിച്ച് സ്വർണ്ണ മെഡലോടെ വരുന്ന ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള, വിശകലനം ചെയ്യാനുള്ള കഴിവിലും മറ്റും ഏറ്റവും നിപുണരായിട്ടുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യുമ്പോൾ പോലും അവർ പറയുന്ന ഒരു സംഗതി, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ജീവിതം വളരെ സുഖകരമാണ് എന്ന് തോന്നിയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഞങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പേർട്ടീസ്, തൊഴിൽപരമായ വൈദഗ്ധ്യം മാത്രം പോരാ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാണ്. പല സ്ഥലത്തും ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകരുമായി ആരോഗ്യകരമായ രീതിയിലുള്ള ബന്ധം നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിയാതെ വരുന്നു. അത് ഞങ്ങൾക്ക് സ്ട്രെയിൻ ഉണ്ടാകും. അത് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നു, ഞങ്ങളുടെ ഉറക്കത്തെ ബാധിക്കും. ഞാനൊരു പരാജയമാണ് എന്നുള്ള ഒരു ബോധം മനസ്സിൽ പങ്കുവച്ചു തുടങ്ങും. ഇവിടെ മനസ്സിലാക്കേണ്ടത് ബുദ്ധിവൈഭവത്തിൻ്റെ ഒപ്പം തന്നെ വികസിപ്പിച്ചെടുക്കേണ്ട മറ്റൊരു സംഗതിയുടെ ഇമോഷൻ എന്ന വാക്കറിയുന്നു. എന്താണ് ഇമോഷൻ എന്ന് പറയുന്നത്? വികാരം. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലേ? ബുദ്ധിജീവി എന്ന വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ? മനസ്സിൽ തെളിയുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ മാറിയിട്ടുണ്ട് അല്ലേ? ബുദ്ധിജീവിയുടെ ജീൻസ് ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ബ്ലൂടൂത്ത് ഒക്കെ ചെവി വെച്ചൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നൊരു ധാരണ എവിടെയോ കിടക്കും. വികാരജീവി എന്ന് പറഞ്ഞാൽ ഒന്നിനെ കൊള്ളാം അല്ലേ? ഒരു ശല്യം എന്നുള്ളൊരു അർത്ഥമാണ് നമ്മൾ കൽപ്പിച്ചു വയ്ക്കുന്നത്. പക്ഷേ ആധുനിക ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. വൈകാരിക ബുദ്ധി നമുക്ക് മലയാളത്തിൽ പറയുന്നത്. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്? അറിയാവുന്ന അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അളവിൽ ആവശ്യമുള്ള സമയത്ത് നിയന്ത്രിച്ച് പ്രയോഗിക്കാനുള്ള കഴിവ്. അപ്പൊ നിങ്ങളൊരു വലിയ ശാസ്ത്രജ്ഞനായിരിക്കും, വലിയൊരു പണ്ഡിതനായിരിക്കും. നിങ്ങളുടെ ഓഫീസിൽ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ ജോലിക്ക് അത് ആവശ്യമാണ്. വീട്ടിൽ വന്ന ശേഷം നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ഇതേപോലെ മസിൽ പിടിച്ചിരുന്നാൽ പറ്റുമോ? നിങ്ങളുടെ കുട്ടിയുടെ അടുത്ത്, 1 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്, അതിൻ്റെ അടുത്ത് ഇങ്ങനെ മസിലും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്ന് ഞാനൊരു വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റുമോ? അപ്പം അവിടെയൊക്കെ ചില വ്യത്യാസങ്ങൾ നമുക്ക് വരുത്തേണ്ടി വരും. ചില ഇമോഷൻസ് അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യേണ്ട സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക തന്നെ വേണം. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. എബിലിറ്റി ടു എക്സ്പ്രസ് ഇമോഷൻസ് റീസണബിളി, ലോജിക്കലി, ഇൻ എ കൺട്രോൾഡ് മാനർ. ന്യായമായ രീതിയിൽ, യുക്തിസഹമായ രീതിയിൽ, നിയന്ത്രിതമായ രീതിയിൽ വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ള കഴിവ്. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. നിങ്ങളുടെ ഈ പ്രായത്തിന് കൗമാരം എന്ന് പറയും അല്ലേ? എന്നല്ലേ പറയും? കൗമാരത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ടീനേജ്. കുറച്ചുകൂടെ നല്ലൊരു വാക്ക് പറയാം, അഡോളസൻസ് അല്ലേ? എന്താണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്? എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെയാണ് അഡോളസൻസ്? വേറെ 18 to 19, 13 to 19. വേറെ അഭിപ്രായങ്ങളുമല്ലോ?
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ലോകാരോഗ്യ സംഘടന. ലോകാരോഗ്യ 50 വയസ്സ് വരെയാണ് ഈ അഡോളസൻസ് അല്ലെങ്കിൽ കൗമാരം. കാരണം കഴിഞ്ഞ ഒരു തലമുറയിൽ 13 തൊട്ട് 19 വരെ ടീനേജ് എന്നൊക്കെ ചില പദപ്രയോഗങ്ങളും ക്രിയകളും ഇപ്പം നിങ്ങൾ 10 വയസ്സിലെ തുടങ്ങുന്നു എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം ലോകാരോഗ്യ സംഘടന അതിനെ കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് 10 തൊട്ട് 19 വയസ്സ് വരെയാണ്. ഇനി ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. എല്ലാവരും ഇങ്ങനെ പാചകവടിയൊക്കെ കേട്ട് ഇങ്ങനെ ഉറങ്ങാനൊക്കെ വെമ്പൽ കൊണ്ടിരിക്കുന്നത് ആരും എഴുന്നല്ല. മിക്സഡ് സ്കൂളാണോ? മോൻ്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി അവരെപ്പോഴും ഒരുമിച്ച് അവരെ കാണപ്പെടുന്നു. സ്കൂളിലേക്ക് ഒരുമിച്ച് വരുന്നു, ഇൻ്റർവെൽ സമയത്തൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു, സ്കൂളിൽ നിന്ന് ഒരുമിച്ച് തിരിച്ചു പോകും. ഈ ബന്ധത്തെ എന്തു പറയും? എന്ത് പേരിട്ട് വിളിക്കും? സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഇനി അടുത്ത അങ്ങോട്ടേക്ക് രണ്ടാമത് സിറ്റുവേഷൻ സെയിം. പക്ഷെ ഒരു ദിവസം ഈ പെൺകുട്ടി ക്ലാസ്സിൽ വരുന്നില്ല. ആ ദിവസം നമ്മുടെ പയ്യന് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. അവനാകെ അസ്വസ്ഥനായി ഇങ്ങനെ കയ്യും കാലും ഒക്കെ തിരിഞ്ഞ് ജനൽ വഴി വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇനി ഇതിനെന്ത് വരും? പ്രണയം അല്ലേ? ഒരു 5-6 വാക്കുകൾ, ഇംഗ്ലീഷിലുള്ള വാക്കുകൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പലതും റൊമാൻസ്, ROMANC. 5 LOVE, ലവ്. 10ാം ക്ലാസ് തൊട്ട് തന്നെ അറിയാവുന്ന ഒരു വാക്ക്. 6ാമത്തേത് ഇമോഷണൽ ഡിപ്പെൻഡൻസ്, EMOTIONAL DEPENDENC. ഫ്രണ്ട്ഷിപ്പ്, ക്രഷ്, ലസ്റ്റ്, റൊമാൻസ്, ലവ്, ഇമോഷണൽ ഡിപ്പെൻഡൻസ്. 6 വാക്കുകൾ. എന്താണ് ഫ്രണ്ട്ഷിപ്പ്? നിങ്ങളുടെ 10 വയസ്സുള്ള സഹോദരന് അതിൻ്റെ അർത്ഥം എങ്ങനെ പറഞ്ഞു? എന്തോ ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ആശയവിനിമയം അല്ലേ? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരാളെ ഇഷ്ടമാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റനവധി ആളുകളുമുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ടിനെ ഒരു ദിവസം കണ്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതം അവിടെ നിന്നു പോകുന്നില്ല. ജീവിതം മുന്നോട്ട് പോകും. കണ്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കണ്ടില്ല എന്നൊരു ചെറിയൊരു ചിന്ത ഉണ്ടാകാമെങ്കിലും നിമിഷങ്ങൾക്കകം ആ ചിന്ത മാറുന്നു, നിങ്ങൾ ജീവിതവുമായി മുന്നോട്ട് പോകും. ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ വാക്ക് ക്രഷ്, CRUSH. എന്താണ് അർത്ഥം? അറിയാവുന്ന പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പലർക്കും അറിയാമായിരിക്കും. ആശങ്കയാണ് നിങ്ങൾക്കുള്ളത് അല്ലേ? എന്താണ് ക്രഷിന്റെ അർത്ഥം? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്താ മനസ്സിലാവുന്ന പറഞ്ഞോളൂ. കുഴപ്പമില്ല, ആരും കളിയാക്കത്തില്ല. അല്ല, ഒരു ഐഡിയ കാണുമല്ലോ. ഒരു വാക്ക് കേൾക്കുമ്പോൾ ചില ആശയങ്ങൾ മനസ്സിൽ തെളിയുമല്ലോ. എന്താണ് ക്രഷ് എന്ന വാക്ക്? മെയിൽ സെക്സിലുള്ള ഒരാളിനോട്, സെക്സിനോട് തോന്നുന്ന ആകർഷണം. കറക്റ്റ് വാക്ക് വന്നു. ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ രൂപം അല്ല അയാളുടെ സൗന്ദര്യം അത് കണ്ടിട്ട് നൈമിഷികമായിട്ട് അതിനോട് തോന്നുന്ന ഒരു ആകർഷണമാണ് ക്രഷ്. അതിനെ ഇൻഫാക്ച്വേഷൻ എന്നും പറയാറുണ്ട്. ആകർഷണം എന്ന വാക്ക് ഉപയോഗിക്കുക. LUST, ലസ്റ്റ് എന്നാണ്. തീർത്തും ലൈംഗികമായിട്ടുള്ളൊരു താല്പര്യം, ഒരു സെക്ഷൽ അട്രാക്ഷൻ ടുവേർഡ്സ് എ പേഴ്സൺ. അതാണ് ലസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. റൊമാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യമില്ലേ, പ്രണയത്തെ ലവ് എന്താണ്? റൊമാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതിൽ ഒരാളൊരു സ്പെഷ്യൽ ഫ്രണ്ടായിട്ട് മാറും. അയാളുമായി കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കാൻ തുടങ്ങും. ഒരു ദിവസം അയാളെ കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. അയാൾ വേറെ ആരോടെങ്കിലും ഒരു 10 മിനിറ്റ് നേരം തുടർച്ചയായി സംസാരിക്കുന്ന കണ്ടാലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. ഒരു അസൂയ കലർന്ന ഒരു പൊസസീവ്നെസ്, അതാണ് റൊമാൻസ്.
ഈ ബന്ധം നഷ്ടപ്പെടുമോ, ഇതില്ലാതെയായി പോകുമോ എന്നുള്ള ഒരു ആശങ്ക കലർന്ന ഒരു തരം ഇഷ്ടമാണ് റൊമാൻസ്. ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാം ക്ലാസ് പത്രങ്ങളെല്ലാം ഉപയോഗിക്കുന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ ഒക്കെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ. അതിൻ്റെ അർത്ഥം പറഞ്ഞത് തുടർന്നും നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടും. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാൾ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിലായി പോകും. തുടർന്നും നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടും. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം യെസ് ആണെങ്കിൽ നിങ്ങൾ ലവ് എന്ന അവസ്ഥയിലാണ്. എന്ന് പറയുമ്പോൾ എന്താണ് ലവ്? ഒരു വ്യക്തിയുടെ എല്ലാ വൈകല്യങ്ങളും മനസ്സിലാക്കി, എല്ലാ തകരാറുകളും, എല്ലാ വീഴ്ചകളും മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അയാളെ ഇഷ്ടം. ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. പറ്റുമോ? പല ആളുകൾക്കും ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പലർക്കും റൊമാൻസുകളും ക്രഷുകളും ഒക്കെ കാണും. അത് ലവ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് ലവ് ആണോ എന്ന് ആലോചിക്കാനുള്ള ഒരു മുഹൂർത്തമാണ്. ലവ് ആണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ പാർട്ട്ണർക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ അയാളെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് വളരെ അപൂർവമായിട്ട് ജീവിതത്തിൽ പറ്റും. ആ ഒരു രീതിയിലേക്ക് ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ മനസ്സിന് കുറച്ചുകൂടെ ഒരു വളർച്ച വേണം, അല്ലേ? കുറച്ചുകൂടെ അനുഭവങ്ങൾ ഉണ്ടാവണം, കുറച്ചുകൂടെ തിരിച്ചടികൾ ഉണ്ടാവണം, ജീവിതം എന്താണ് എന്നൊന്നും വ്യക്തമായി ബോധ്യപ്പെടണം. അത് കഴിഞ്ഞ് ഈ ലവ് എന്ന അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഈ പ്രായത്തിൽ പല പല പുതിയ വാക്കുകൾ, വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടുന്ന പല പുതിയ വാക്കുകൾ നിങ്ങൾ എടുത്ത് പ്രയോഗിക്കാറുണ്ട്, അല്ലേ? പ്ലേറ്റോണിക് ലവ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുൻപ് വന്ന ഒരു പയ്യൻ പറഞ്ഞാണ്, പ്ലേറ്റോണിക് ലവ് വിത്ത് വൺ ഓഫ് മൈ കൊളീഗ്സ്. അത് ആ സ്കൂളിലൊരു കൗൺസിലർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞതോടുകൂടി കൗൺസിലറിൻ്റെ ഗ്യാസ് കൊടുക്കും. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. മോനൊപ്പം എന്ന് പറഞ്ഞു. എന്താണ് ഈ പ്ലേറ്റോണിക് ലവ്? മനസ്സിലാക്കിയ ശേഷം മാത്രം ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്. അതിനുള്ളൊരു മാനസിക വലിപ്പം ഇപ്പം ആയിട്ടില്ല. നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഒരിക്കലും ലവ് പാടില്ല എന്ന് പറയാതെ, ഞാൻ ആരോടും പറയാതെ. പക്ഷെ അതിനൊരു പ്രായമുണ്ട്. എന്തിനാണ് പഠിക്കുന്നത്? ഇപ്പം എന്തിനാ പഠിക്കുന്നത്? ജോലി പഠിക്കുക, അല്ലേ? പലരും പല ഉത്തരങ്ങൾ പറയാറുണ്ട്. അറിവ് നേടാൻ, വലിയ ആളാണ്. അതിൽ വളരെ പ്രായോഗികമായിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞു. സ്വന്തമായിട്ടൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം, അല്ലേ? സമൂഹത്തിലൊരു അംഗീകാരം വേണം. ജീവിതത്തിലെ ലക്ഷ്യം ഇത് തന്നെ ആയിരിക്കണം ആദ്യത്തെ. അത് കഴിഞ്ഞ്, അത് നേടിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏത് വഴിയിലൂടെ വേണമെങ്കിലും പോകാം. നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ ആ തീരുമാനങ്ങളിൽ എപ്പോഴും കഴിയുന്നതും നമ്മുടെ മുതിർന്ന ആളുകളെ കൂടെ ഒന്ന് പങ്കെടുപ്പിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടെങ്കിൽ അവരുമായി ഒന്ന് പങ്കുവയ്ക്കുക. അവർ തരുന്ന ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയും, അല്ലേ? അനുഭവമാണ് ഏറ്റവും നല്ല ഗുരു. പക്ഷെ അനുഭവത്തെ പറ്റി മറ്റൊരു ചൊല്ലും കൂടെ ഉണ്ട്. എക്സ്പീരിയൻസ് ഇസ് എ ഹോം വിച്ച് നേച്ചർ ഗിവ്സ് ടു യുവർ ഹാൻഡ് ആഫ്റ്റർ യു ആർ ടോട്ടലി ബോൺ. തലയിലെ മുടി മൊത്തം കൊഴിഞ്ഞ ശേഷം പ്രകൃതി നിങ്ങളുടെ കയ്യിൽ വെച്ച് തരുന്ന ചീപ്പാണ് അനുഭവം. തലയിലെ മുടി കൊഴിഞ്ഞ ശേഷം ചീപ്പ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പം അവനവൻ്റെ അനുഭവങ്ങൾ എല്ലാം നമ്മൾ ആർജിച്ച ശേഷം അതിനനുസരിച്ച് ജീവിക്കാമെന്ന് ചിന്തിച്ചാൽ ജീവിതം കഴിഞ്ഞു പോകും. ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. അതുകൊണ്ടാണ് സുഹൃത്തുക്കളുടെ അനുഭവങ്ങൾ, ബന്ധുക്കളുടെ അനുഭവങ്ങൾ, അധ്യാപകരുടെ അനുഭവങ്ങൾ, അച്ഛനമ്മമാരുടെ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങൾ കൂടെ ഒന്ന് കേൾക്കാൻ സമയം കണ്ടെത്തുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോകുന്ന അനുഭവങ്ങൾ പറയുന്നത് സാരോപദേശ രൂപത്തിലായിരിക്കും, അല്ലേ? ഈ പ്രായത്തിൽ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഈ ഉപദേശങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ആ ഉപദേശങ്ങൾ കേൾക്കണമെന്നില്ല. അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, അനുഭവങ്ങളെ മനസ്സിൽ സൂക്ഷിക്കുക. അതിൻ്റെ ശരിതെറ്റുകൾ വിശകലനം ചെയ്ത ശേഷം മാത്രം മുന്നോട്ട് പോകും. അടുത്ത ഒരു ചോദ്യം കൂടെ ഞാൻ ഇങ്ങോട്ട് ചോദിക്കാം. വൈകുന്നേരം നിങ്ങളുടെ സ്കൂൾ വിട്ട ശേഷം വീട്ടിലേക്ക് പോകാൻ തുടങ്ങും. പെട്ടെന്ന് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കും. വണ്ടികളൊന്നുമില്ല. വഴിയരികിൽ ആകെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ കുറച്ച് ദൂരം ബസ്സിൽ സഞ്ചരിക്കാനുള്ള ദൂരവും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുമ്പോൾ നിങ്ങളുടെ സഹപാഠിയായ, നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങളുടെ അതേ പ്രായമുള്ള ഒരു ആൺകുട്ടി ഒരു സൈക്കിൾ വഴി വന്നിട്ട് കയറിക്കോളൂ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു.
ഏതാണ്ട് അതേ സമയം തന്നെ ഞാൻ ഒരു കാറുമായിട്ട് മുന്നോട്ട് വരും. കയറിക്കുള്ളൂ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഇതിലേത് സ്വീകരിക്കും? സൈക്കിളാണോ യാത്ര ചെയ്യാൻ സുഖകരമായ വാഹനം? അതാണോ ആ സെലക്ഷൻ്റെ? പറഞ്ഞോളൂ, എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങൾ. ഒന്ന് വാഹനത്തിന്റെ സ്വഭാവം, രണ്ട് വാഹനത്തിൽ ഇരിക്കുന്ന ആളുകളുടെ സ്വഭാവം. അല്ലേ? വാഹനത്തിന്റെ സ്വഭാവം എന്താണ്? സൈക്കിൾ ഒരു തുറന്ന വാഹനമാണ്. തുറന്ന വാഹനത്തിൽ സംഭവിക്കാവുന്ന അപകടങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. കാർ ഒരു അടച്ച വാഹനമാണ്. അതിലെന്തും നമ്മൾ കേൾക്കും. അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുന്നില്ല, അധ്യാപകർ പറയുന്നത് കേൾക്കുന്നില്ല, സുഹൃത്തുക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, നാട്ടുകാർ പറയുന്നത് കേൾക്കുന്നില്ല. ഈ ഒരു വ്യക്തി പറയുന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ അനുസരിക്കുന്നത്. അയാൾ ഒരു ദിവസം രാവിലെ നമുക്ക് ഒളിച്ചോടാം എന്ന് പറയുന്ന ഉടനെ സഞ്ചി എടുത്തോണ്ടങ്ങ് ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിന്റെ ഫ്രണ്ടിൽ തലവയ്ക്കാം എന്ന് പറയുന്ന ഉടനെ അങ്ങ് ഇറങ്ങുകയാണ്. ഇപ്പൊ ഇമോഷണൽ ഡിപ്പെൻഡൻസ് എന്ന അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ എടുത്തു ചാടുന്നത്. ഒരു വ്യക്തി പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലവ് ഇസ് നോട്ട് ദ ഹാർട്ട് ഓഫ് ലൈഫ്, ഇറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് ലൈഫ്. സ്നേഹം എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഹൃദയമല്ല, ഒരു കഷ്ണം, ഒരു ഭാഗം മാത്രമേ ആവൂ. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ബാക്കി എല്ലാവരെയും അകറ്റി നിർത്തണമെന്നില്ല. അവരെല്ലാം നമുക്ക് വേണ്ടവർ തന്നെയാണ്, അല്ലേ? അച്ഛനും അമ്മയും സുഹൃത്തുക്കളും സഹോദരങ്ങളും നാട്ടുകാരും എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അവർക്കെല്ലാം വ്യക്തമായ സ്ഥാനമുണ്ടാവണം. അല്ലാതെ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോകരുതെന്നാണ്. അങ്ങനെ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരുമ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെയുള്ള പ്രതിസന്ധികൾ സംഭവിക്കുന്നു. കോതമംഗലം, വിതുര, കിളിയൂർ, കവിയൂർ എന്നൊക്കെയുള്ള പേരുകളിൽ ആളുകൾ അറിയപ്പെട്ടു കിടക്കുന്നത് ഇങ്ങനെ ഇമോഷണൽ ഡിപ്പെൻഡൻസ് എന്ന അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. EMPATHY ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? എമ്പതി കേട്ടിട്ടുണ്ടോ? എന്താണ് എമ്പതി? വികാരങ്ങൾ പരിപൂർണമായും ഉൾക്കൊള്ളുന്നു, അതിനനുസൃതമായി പ്രതികരിക്കും. ഇതാണ് എമ്പതി. Imagining oneself in the place of another person, experiencing his emotions as such and reacting accordingly. എന്താ മനസ്സിലായോ? നമ്മൾ പോയി അയാളെ ഒന്ന് ആശ്വസിപ്പിക്കുന്നു. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് തട്ടത്തട്ട് രണ്ട് വഴിമലത്തെ ഡയലോഗ് പറയുന്നത് അതാണ് സിമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വയം ആ സ്ഥാനത്തൊന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മുടെ അച്ഛൻ മരിച്ചു പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതൊന്ന് ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുക. പലപ്പോഴും മരണ വീടുകളിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്, ഒരുപാട് ആളുകൾ സിമ്പതി പ്രകടിപ്പിക്കും. ഈ മരിച്ചുപോയ ആളുടെ ബന്ധുവിനെ നോക്കി ആക്ച്വലി എന്താണ് സംഭവിച്ചത് തുറന്നോട്ട് ചോദിക്കാൻ തുടങ്ങും. ഇന്നലെ രാത്രി ഒരു നെഞ്ചുവേദന വന്നു, ആശുപത്രിയിലൊന്ന് കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി ഉടനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. ആരെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും, അമൃതയിൽ കൊണ്ടുപോകണ്ടേ? അതല്ലേ നല്ലത്. ഇങ്ങനത്തെ കുറെ 10 വായില പഠിക്കും. അത് 1-2 വ്യക്തികളല്ല പറയുന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ 100 പേര് ഇങ്ങനത്തെ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇങ്ങനത്തെ പ്രകടനങ്ങൾ കേൾക്കേണ്ടി വരുന്നൊരു മനുഷ്യന്റെ അവസ്ഥ എന്താണ്? രാത്രിയാവുമ്പോൾ മരിച്ചുപോയാളുടെയാണ് ഒരു ആദാനം. ഇവിടെ ഇതിനേക്കാൾ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സുഹൃത്തിനോടുള്ളൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ പറ്റും. എങ്ങനെ? നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ മരിച്ചു, അവിടെ ചെല്ലും. നമ്മൾക്ക് എങ്ങനെ അയാളോട് നമ്മുടെ എമ്പതിയുടെ മലയാളമല്ല, തന്മയീഭാവം അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെ? ഒരു വാചകവും പറയേണ്ട കാര്യമില്ല, ഒരു സ്പർശനം, ഒരു ടച്ച്, അല്ലേ? അല്ല കയ്യിലൊന്ന് പിടിക്കുക, അല്ലെങ്കിൽ തോളിൽ തട്ടുക, അത്ര മതി. വേറെ ഒന്നും, ഒരു അലവലാതി വാചകമൊന്നും വേണ്ട, ഒരു സ്പർശനം മാത്രം മതി. ആ സ്പർശനത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഞാൻ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു സന്ദേശം. അതാണ് എമ്പതി എന്നുള്ള ഉദ്ദേശം. ജീവിതത്തിൽ സ്ട്രെസ് അല്ലെങ്കിൽ പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, അല്ലേ? ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യഥാർത്ഥമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ 2-3 വ്യക്തികളെ കുറിച്ച് നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാം. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനിച്ചു. വളരെ പ്രശസ്തനായ ഒരു ജർമ്മൻ സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ വിക്ടർ ഫ്രാങ്കൽ. കേട്ടിട്ടുണ്ടോ? വിക്ടർ ഫ്രാങ്കൽ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിൽ അകപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് 16 വയസ്സ് പ്രായമുള്ളപ്പോൾ, ഡോക്ടറാകുന്നതിനൊക്കെ മുൻപ് നാസി തടങ്കൽ പാളയത്തിലെ ഒരു അന്തേവാസിയായി കഴിയേണ്ടി വന്ന ആളാണ് വിക്ടർ ഫ്രാങ്കൽ. നാസി തടങ്കൽ പാളയത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഒരു മുറിക്ക്
വന്ന് താഴെ കടന്ന് താഴെ തലയിലേക്ക് പതുക്കുകയാണ്. -5 °C താപനിലയാണ്. ഈ താപനിലയിൽ വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവാദമില്ല. വിറച്ച് വിറങ്ങലിച്ച് അവിടെ കഴിയേണ്ട ഒരവസ്ഥ. അവിടെ ശാരീരികമായ സ്വാതന്ത്ര്യമില്ല. കാരണം ആ കുടിസ് മുറിയുന്ന വെളിയിലേക്ക് അങ്ങനെ ഇറങ്ങാൻ അനുവാദമില്ല. വേറൊരു പ്രത്യേകത കൂടെ നാസി തടങ്കൽ പാളയത്തിനുണ്ട്. അതായത് കരയാൻ പാടില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണ് കഴിഞ്ഞാൽ തോക്കിന്റെ പത്തി വെച്ച് താടിയിൽ 4 അടി, അതാണ് ശിക്ഷ. അതുകൊണ്ട് കരയാനും പറ്റും. 16 വയസ്സുള്ള നിങ്ങളുടെ പ്രായം അല്ലേ? 16 വയസ്സുള്ള വിക്ടർ ഫ്രാങ്കൽ അവിടെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിൽ കഴിയുകയാണ്. അവൻ ഒറ്റയ്ക്ക് അവിടെ കഴിയുമ്പോൾ അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വരും. അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ കരഞ്ഞു പോകും, കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോകും. അങ്ങനെ സംഭവിച്ചാൽ കിട്ടുന്ന ശിക്ഷ തോക്കിന്റെ പത്തി വെച്ച് കഴിയാം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് ശാരീരികമായ സ്വാതന്ത്ര്യമില്ല, മാനസികമായ സ്വാതന്ത്ര്യവുമില്ല. കാരണം കരയാൻ പോലും പറ്റുന്നില്ല. നമുക്കെല്ലാം ശാരീരിക സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ വരാറുണ്ട് ജീവിതത്തിൽ അല്ലേ? ഒരു നരകതുല്യമായ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ തന്നെ ശാരീരിക സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ്. പക്ഷെ അവിടെ ഫോട്ടോയിടാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. പക്ഷെ ഇവിടെ അതിനുപോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷേ വിക്ടർ ഫ്രാങ്കൽ തുടരുന്നത് ഇങ്ങനെയാണ്. അവിടെ ഉണ്ടായ ഒരു ചെറിയ ഒരു അനുഭവം അദ്ദേഹത്തെ മൂന്നാമത് ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചുകൂടെ പഠിപ്പിക്കുകയാണ്. ആ അനുഭവം ഇതാണ്. ആ തടവറയിലെ ഏറ്റവും പ്രായം ചെന്ന അന്തേവാസി 75 വയസ്സുള്ളൊരു വൃദ്ധൻ. എല്ലാ അന്തേവാസികളും രാവിലെ സൂപ്പാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സൂപ്പ് ക്യൂ നിന്ന് വാങ്ങണം. അപ്പം എല്ലാവർക്കും ഒരു തവിയിലെടുത്ത് പാത്രത്തിൽ സൂപ്പ് ഒഴിച്ചു കൊടുക്കും. 75 വയസ്സുള്ള ഈ വൃദ്ധനെ കണ്ടപ്പോൾ നാസി ഭടനൊരു ക്രൂരത തോന്നി. സൂപ്പ് എടുത്ത് അയാളുടെ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നക്കി കുടിച്ചോളാൻ പറയും. ഇപ്പൊ 75 വയസ്സായ വൃദ്ധൻ വിറച്ചിങ്ങനെ വിറങ്ങലിച്ച് വീഴുകയാണ്. ഞാൻ എൻ്റെ പ്രായം ചെന്ന മനുഷ്യനാണ്, ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞ് അയാളുടെ കാല് പിടിക്കുകയാണ്. ഇപ്പൊ കിട്ടുന്ന ശിക്ഷ തോക്കിന്റെ പത്തി വെച്ച് താടിക്ക് 4 അടിയാണ്. അയാൾ വിറച്ച് വിറങ്ങലിച്ച് തിരിച്ചു പോകുന്നു. ബാക്കി എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ നിൽക്കുകയാണ്. അന്നേരം അവിടെ ഇരിക്കുന്ന അദ്ദേഹത്തെ പോലെ അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 6 വയസ്സ് പ്രായമുള്ള അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അന്തേവാസിയുണ്ട്. താങ്കൾക്ക് 6 വയസ്സെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് പറഞ്ഞോന്നേ. 6 വയസ്സുള്ള ഒരു പയ്യനുണ്ട്, അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്തേവാസി. അവന് കിട്ടിയ സൂപ്പിന്റെ പാത്രവുമായി അപ്പൂപ്പൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ് ടു ഈറ്റ് ബട്ട് യു ബി ഹാപ്പി. എനിക്ക് കൂടുതലൊന്നും കഴിക്കാനില്ല, പക്ഷെ നിങ്ങൾ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ അപ്പൂപ്പന് ആ സൂപ്പ് കൈമാറും. ഇത് കണ്ടിട്ടാണ് വിക്ടർ ഫ്രാങ്കൽ പറയുന്നത്, ശാരീരികവും മാനസികവുമായ സ്വാതന്ത്ര്യത്തിന് അതീതമായ മൂന്നാമതൊരു സ്വാതന്ത്ര്യമുണ്ട്, ആറ്റിറ്റ്യൂഡിനൽ ഫ്രീഡം, മനോഭാവപരമായ സ്വാതന്ത്ര്യം. എന്താണ് ആറ്റിറ്റ്യൂഡ്? ATTITUDE. ആറ്റിറ്റ്യൂഡിന്റെ നിർവചനം എന്താണ്? The ability and courage to take decisions in life. ജീവിതത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവും ധൈര്യവും. എബിലിറ്റി ആൻഡ് കറേജ് ടു ടേക്ക് ഡിസിഷൻസ് ഇൻ ലൈഫ്. കഴിവുള്ള ഒരുപാട് ആളുകൾ കാണും, പക്ഷെ കഴിവുള്ള ആളുകൾക്കെല്ലാം ധൈര്യം ഉണ്ടാവുന്നില്ല അല്ലേ? ഇത് രണ്ടുമുള്ള അവസ്ഥയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 2 പച്ച മനുഷ്യരുടെ അനുഭവങ്ങൾ കൂടെ പറഞ്ഞു വിടുന്നത് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യും. അടുത്ത അനുഭവം 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അനുഭവമാണ്. ഈ കുട്ടിക്ക് അച്ഛനും അമ്മയും. അച്ഛൻ 40 വയസ്സുള്ളൊരു വ്യവസായി, അമ്മ 36 വയസ്സുള്ളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. വളരെ സമ്പന്ന കുടുംബം, സന്തുഷ്ട കുടുംബം, ഒറ്റ മകൻ മാത്രം. ഒരു ദിവസം വൈകിട്ട് ഇവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ 40 വയസ്സുള്ള വ്യവസായി സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ മറ്റൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ്, എനിക്ക് വിവാഹമോചനം വേണം, ദയവ് ചെയ്ത് എന്നെ കോടതിയിലേക്ക് വലിച്ചെടുക്കരുത്, എന്നൊക്കെ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. വളരെ കാഷ്വലായിട്ട് പുള്ളി എന്ന് പറഞ്ഞു വെച്ചു. ഒരു 12 കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം അവരുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ സ്ത്രീ ഞെട്ടിപ്പോയി. അവരതിനെ തമാശയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. നമുക്കിപ്പോൾ ചായ കുടിക്കാം, ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഡൈവേഴ്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞതിനെ കോമഡിയാക്കാൻ പുള്ളിക്കാരി ശ്രമിക്കും. പക്ഷെ അയാൾ പറയുന്നു, ഞാൻ പറയുന്ന തമാശയല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനത് പലതവണ നിന്റെ മുഖത്ത് നോക്കി പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റുന്നില്ല. മുഖത്ത് നോക്കുമ്പോഴേക്ക് പണ്ട് റൊമാൻസിലായിരുന്ന കാലഘട്ടത്തിൽ ആ മുഖം ഓർമ്മ കൊടുക്കും. ഇപ്പോഴേക്ക് എനിക്ക്
പറയാൻ പറ്റാതെ. പക്ഷേ ഇപ്പോൾ എൻ്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞു. എനിക്ക് പറഞ്ഞു തരും, എനിക്ക് വിവാഹമോചനം വേണം, നിനക്ക് എത്ര പൈസ വേണേലും ഞാൻ തരാം. ആ സ്ത്രീ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഒരു മിനിറ്റ് നോക്കിയിരുന്നിട്ട് പറയുകയാണ്, എനിക്ക് ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ, എനിക്കൊരു പൈസ പോലും വേണ്ട. പകരം ഞാൻ ഈ പറയുന്ന ഒരു കാര്യം അടുത്ത ഒരു മാസക്കാലം ദിവസവും നിങ്ങൾ ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ എന്നെ കട്ടിലിൽ നിന്ന് നിങ്ങൾ കൈകളിൽ കോരിയെടുത്ത് കാറിൽ കയറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. ഞാൻ രാവിലെ കട്ടിൽ കിടക്കും. ഓഫീസിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വന്ന് എന്നെ കട്ടിലിൽ കോരിയെടുത്ത് കാറിൽ കൊണ്ടിരുത്തി ഡ്രൈവ് ചെയ്തു പോകും. അപ്പൊ ഭർത്താവിനത് വല്ലാത്തൊരു തമാശയായി തോന്നി. ഈ പറഞ്ഞു ഒരു മാസം ഇങ്ങനെ ചെയ്താൽ ഞാൻ വിവാഹമോചനത്തിന് സമ്മതിക്കാമെന്ന് പറയും. ഇദ്ദേഹം നേരെ പോയി ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പറഞ്ഞു. അവരെല്ലാവരും കൂടെ ചിരിച്ചു, നിങ്ങളുടെ ഭാര്യയ്ക്ക് വട്ടാണ്, നിങ്ങൾ എന്തായാലും ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ നന്നായി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിയും കുറവൊക്കെ. അപ്പോൾ ദിവസവും രാവിലെ കൈകളിൽ ഭാര്യയെ കോരിയെടുത്ത് കാറിൽ കൊണ്ടുപോയി പോകും. 30 ദിവസം ഇത് തുടരുന്നു. 30ാമത്തെ ദിവസം വൈകിട്ട് ഇദ്ദേഹം വീട്ടിലെത്തുമ്പോൾ ഭാര്യ വീട്ടിലില്ല. അച്ഛന് കൊടുക്കണമെന്ന് പറഞ്ഞ് മകന്റെ കയ്യിൽ ഒരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കത്ത് പൊട്ടിച്ച് അദ്ദേഹം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്. ആ സ്ത്രീ എഴുതിയിരിക്കുന്ന കത്താണ് ഭർത്താവിന്, സ്വന്തം ഭർത്താവ്. ഞാനൊരു ബ്രെയിൻ ട്യൂമർ രോഗിയാണ്. എൻ്റെ അസുഖം വളരെ മൂർച്ഛിച്ചു കഴിഞ്ഞു. ഇനി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. 3 മാസത്തിനകം ഞാൻ മരിച്ചു പോകുന്ന എല്ലാ ഡോക്ടർമാരും പറയും. ഒരു ചികിത്സയും ഇനി ഫലിക്കില്ല. ഞാനിത് നിങ്ങളോട് പറഞ്ഞില്ല, കാരണം നിങ്ങളുടെ മനസ്സ് വേദനിക്കണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ പറയാം. എന്തായാലും ഞാൻ 3 മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു. എന്നിട്ട് അടുത്ത വാചകം ഇങ്ങനെയാണ്, ബട്ട് യു വെർ ഇൻ എ ഹറി ടു ത്രോ മീ ഔട്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ധൃതിയിലായിരുന്നു എന്നെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാൻ. അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ 1 മാസം രാവിലെ നിങ്ങൾ എന്നെ കയ്യിലെടുത്തുകൊണ്ട് പോകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാര്യം ഇതാണ്, നമ്മുടെ മകൻ കാണണം എന്തുമാത്രം അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ സ്നേഹിച്ചിരുന്നു. അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവൻ തെറ്റിദ്ധരിക്കണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ ഒരു അസുഖം വന്ന് കിടപ്പിലാവും, നമ്മുടെ മോൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെ നോക്കിക്കും. അങ്ങനെ നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഞാൻ ഒരു സംഗതി ആവശ്യപ്പെട്ടത്. ഗുഡ് ബൈ എന്ന് എഴുതിയിട്ട് ആ സ്ത്രീ ട്രെയിനിന്റെ ഫ്രണ്ടിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്ത് മനസ്സിലായി? ഇതിനെ ഇംഗ്ലീഷിൽ ട്രാൻസെൻഡൻസ്, TRANSCENDENCE, ട്രാൻസെൻഡൻസ് എന്ന് പറയും. അതീതമായി ചിന്തിക്കുക. ഒരുപക്ഷെ സൈക്കോ സോഷ്യൽ കോമ്പിറ്റൻസിന്റെ ഏറ്റവും അവസാനത്തെ പടിയാണ്. ഇടയ്ക്കുള്ള ചില പടികൾ നമ്മൾ സ്പർശിച്ചപ്പോഴേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. അതാണ് ട്രാൻസെൻഡൻസ്. ഒരുപക്ഷെ ഒരു ഉദാഹരണം കൂടെ, ട്രാൻസെൻഡൻസിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. ഇത് 10 വർഷത്തിന് മുൻപ് 2001 എനിക്കുണ്ടായ ഒരു അനുഭവം. ഞാൻ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജനാണ്. ഹൗസ് സർജൻ എന്ന് പറഞ്ഞാൽ അറിയാം, MBBS കഴിഞ്ഞ ശേഷം 1 വർഷം പ്രായോഗിക പരിശീലനം ജോലി ചെയ്യും. ആ ഒരു അവസ്ഥയിലാണ്. കുട്ടികളുടെ വിഭാഗത്തിലെ തീവ്രപരിചരണ വിഭാഗം, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഞാൻ ഡ്യൂട്ടിയിലാണ്. ഒരു രാത്രി 10 മണിയായപ്പോഴേക്കും ഒരു 40 വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ 9 വയസ്സുള്ള മകനെയും കൊണ്ട് അവരോട് വരും. ഈ മകൻ ജപ്പാൻ ജ്വരം അറിയാവുന്ന ജാപ്പനീസ് എൻകെഫലൈറ്റിസ്, ഒരു വൈറൽ പനിയാണ്. അത് ബാധിച്ച അബോധാവസ്ഥയിലാണ് ആ കുട്ടി, വളരെ ഗുരുതരാവസ്ഥയിലാണ്. പല പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സിച്ച് ശരിയാകാൻ അവസാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. അത് അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു രീതിയിലൊന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല, കാരണം അത്ര തീരബോധമില്ലാത്ത അവസ്ഥ. ഞങ്ങൾ ആ കുട്ടിയെ വെന്റിലേറ്റർ എന്ന ഒരു യന്ത്ര സംവിധാനത്തിലേക്ക് ഘടിപ്പിച്ചു, എന്തെങ്കിലും രീതിയിൽ ജീവൻ രക്ഷിക്കാനായിട്ട്. അതിനുശേഷം ആ അമ്മയോട് വന്ന് ഞാൻ കാര്യം പറയുകയാണ്, അമ്മയുടെ മകൻ വളരെ ഗുരുതരാവസ്ഥയിലാണ്, അവൻ മരിച്ചു പോകാനാണ് സാധ്യത. അപ്പോൾ ആ സ്ത്രീ അവരുടെ ജീവിതത്തെ പറ്റി എന്നോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 2 വർഷമായി, എനിക്കൊരു മകനേ ഉള്ളൂ, ഈ ഒരു കുട്ടി. അവൻ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷം ജനിച്ച കുഞ്ഞാണ്, മറ്റു കുട്ടികളില്ല. എൻ്റെ ജീവിതം ഇപ്പോൾ ഈ മകന് വേണ്ടി മാത്രമാണ്. ഭർത്താവില്ല, മറ്റു ബന്ധുക്കളൊന്നുമില്ല, ഈ ഒരൊറ്റ മകൻ.
ഞാൻ ജീവിക്കുന്നത് തന്നെ ഡോക്ടർ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഈ നിമിഷം ലോകത്തിലെ എല്ലാ ദൈവങ്ങളെക്കാളും കൂടുതൽ ഞാൻ ഡോക്ടറിനെ വിശ്വസിക്കുന്നു. ഡോക്ടർ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരും എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. ഞാൻ പറയുകയാണ് അവരുടെ ഞാൻ ദൈവമല്ല, എനിക്ക് രക്ഷപ്പെടുത്താവുന്നതിലും നേരെയായിപ്പോയി അവസ്ഥ, എന്നാലും ഞങ്ങൾ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞവരെ സമാധാനിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അവിടെയുള്ള മറ്റ് ചില അമ്മമാരും, ഒരുപാട് കുട്ടികൾ അകത്ത് കിടക്കുന്ന എല്ലാ അമ്മമാരും വെളിയിലുണ്ട്, എല്ലാവരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ റൂമിൻ്റെ വെളിയിൽ തൊട്ടപ്പുറത്തെ ഒരു മുറിയിൽ മറ്റൊരു രോഗി അഡ്മിറ്റഡായി. ആ രോഗിയെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് പോയി. ആ രോഗിയെ പരിശോധിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഈ മുറിയിൽ നിന്ന് നേഴ്സിൻ്റെ ഫോൺ വരുന്നു, ഡോക്ടർ പെട്ടെന്ന് വരണം, മുമ്പേ അഡ്മിറ്റ് ചെയ്ത് ജപ്പാൻ ജ്വരം ബാധിച്ച കുട്ടി ഊർദ്ധശ്വാസം വലിക്കും. ഞാൻ ഓടി തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ ICUവിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഈ ജപ്പാൻ ജ്വരം ബാധിച്ച കുട്ടിയുടെ അമ്മ ഉറങ്ങുകയാണ്. സുഖകരമായി ഉറങ്ങുന്നു, ശാന്തമായി ഉറങ്ങുന്നു. സാധാരണ അത്തരം അവസരങ്ങളിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു തോന്നൽ അവരെ ഒന്ന് തട്ടി വിളിച്ചുണർത്തി, മകൻ സീരിയസ് ആണ്, എന്തിനും തയ്യാറെടുത്തിരിക്കുക എന്നൊരു മുന്നറിയിപ്പ് നൽകണം എന്നെനിക്ക് തോന്നുന്നു. പിന്നെയും എൻ്റെ മനസ്സ് പറയുന്നു, ഇനി അകത്തേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കുട്ടി മരിച്ചു പോയാൽ എനിക്ക് തിരിച്ചു വന്ന് പറയേണ്ടി വരുന്നത് ഏറ്റവും ദുഃഖകരമായ വാർത്തയാണെങ്കിൽ കുറച്ചു നേരം കൊണ്ട് സമാധാനത്തോടെ ആ അമ്മ ഉറങ്ങിക്കോട്ടെ. കാരണം മകൻ സുരക്ഷിത കരങ്ങളിലാണെന്ന് തെറ്റിദ്ധരിച്ച് കുറച്ചു നേരം കൊണ്ട് അവർ ഉറങ്ങിക്കോട്ടെ, എനിക്ക് അതല്ലേ ചെയ്യാൻ എന്ന് വിചാരിച്ചോണ്ട് ഞാൻ അകത്തേക്ക് പോകും. ആ കുട്ടി വളരെ അവശ നിലയിലാണ്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നു, ഒരു 3/4 മണിക്കൂർ നേരം പറ്റുന്ന എല്ലാം നോക്കി ആ കുട്ടി മരിച്ചു പോകും. മരണവാർത്ത പറയാൻ വേണ്ടി ഞാൻ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി ആ അമ്മയെ തട്ടി വിളിച്ചുണർത്തി. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വിസ്ഫോടനമാണ്, ഒരു എക്സ്പ്ലോഷനാണ്. അവരെന്നെ കൈവയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ ജീവിതം തീർന്നു അവിടെ, അല്ലേ? അവർക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഒരേ ഒരു മകൻ, ഒരുപാട് പ്രാർത്ഥിച്ചു കിട്ടിയ മകൻ, അത് പോയി കഴിഞ്ഞാൽ അവരുടെ കാൽക്കീഴിലെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയൊരവസ്ഥയിലാണ്. ഞാൻ അവരെ വിളിച്ചുണർത്തി പറഞ്ഞു, അമ്മയുടെ മകൻ മരിച്ചു പോയി. അവർ 1 മിനിറ്റ് അത്ഭുതപ്പെട്ട് എന്നെ നോക്കി, പിന്നെ പൊട്ടിക്കഴിഞ്ഞു. 1 മിനിറ്റ് നേരം അവർ കരഞ്ഞ ശേഷം അവർ പറഞ്ഞ അടുത്ത വാചകമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും മഹത്തായ ട്രാൻസെൻഡൻസിൻ്റെ ഉദാഹരണം. അവർ പറഞ്ഞ അടുത്ത വാചകം ഇങ്ങനെയാണ്: അവിടെ ഉറങ്ങിക്കിടന്ന മറ്റൊരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു. ആ സ്ത്രീയുടെ മകൻ തലച്ചോറ് സംബന്ധമായ ചെറിയൊരു അസുഖമായിട്ട് ICUവിൽ കിടക്കുകയാണ്. കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം കണ്ണുകൾ മാറ്റി വെച്ചാൽ അവന് കാഴ്ച. ഈ സ്ത്രീ, മകനെ മരിച്ച അമ്മ, ആ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ച് എന്നോട് പറയുന്നത്, ഡോക്ടർ ഒരു സഹായം ചെയ്യണം, എൻ്റെ മകൻ്റെ കണ്ണുകൾ ഈ അമ്മയുടെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ട. നിർവാചകം പറഞ്ഞിട്ടവർ നടന്നങ്ങ് വൈകിച്ചു. ഞാൻ ആ സ്ത്രീയെ ജീവിതത്തിൽ പിന്നെ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു വിഷമം, അങ്ങനെ ഒരു വശം അല്ലേ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേടുപറ്റിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വിഷമം അത് താരതമ്യങ്ങളില്ലാത്ത വിഷമം. അതിനോടൊപ്പം തന്നെ ഇങ്ങനെയും ചില മനുഷ്യർ ലോകത്തിലുണ്ട് എന്നൊരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കും. ഒരു പുസ്തകങ്ങളിൽ നിങ്ങൾ ഈ ആളുകളെ പറ്റി വായിക്കാൻ പോകുന്നില്ല. ഇവരുടെ ജീവചരിത്രമോ ആത്മകഥയോ ഒന്നും നിങ്ങൾ പഠിക്കാൻ, പച്ചയായ ജീവിതാനുഭവങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല, ആഹ്വാനം ചെയ്യുന്നില്ല. ഇത് മനസ്സിലിരിക്കട്ടെ, ഒരു അനുഭവമായിട്ട് മനസ്സിലിരിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കാൻ ഇത്തരത്തിലുള്ള ചില പച്ചയായ ജീവിതാനുഭവങ്ങൾ ഉപയോഗിക്കും. ഇത്രയും നേരം വളരെ ക്ഷമയോട് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു.